കൊലോസ്യ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് ധ്യാനിക്കണം, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിക്കുന്ന വലിയ സമ്പത്ത്, കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണത, അവനിൽ നിങ്ങൾ സമ്പൂർണരാകുന്നു എന്നുള്ള ഉപദേശം ഈ പ്രത്യേക ലേഖനങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ പ്രശംസിക്കുന്നു, അവരുടെ സ്വഭാവവിശേഷതകളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-ാമതായി അദ്ദേഹം ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് വളരെ വിശദമായി, സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്, വളരെ ഭംഗിയായി വർണ്ണിക്കുന്നു. അതിന് ശേഷം ദൈവരാജ്യ പ്രവർത്തനത്തിൻ്റെ വിവിധ വശങ്ങൾ, വിശേഷാൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ താൻ പങ്കിടുകയാണ്. അവിടെയാണ് നാം ഈ ലേഖന പഠനം അവസാനിപ്പിച്ച് നമുക്ക് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ദൈവസഭ നിലനിൽക്കണം എന്നുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു. 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കേണ്ടതിന് തന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. വർക്കിംഗ് ഹാർഡ്, സ്ട്രൈവിങ് ഹാർഡ്, ആ വാക്കാണ് ചേരുന്നത്. സുവിശേഷത്തിനു വേണ്ടി ലജ്ജിക്കാതെ തന്നാൽ ആവോളം പ്രബോധിപ്പിച്ചും ഉപദേശിച്ചും കർത്താവിൻ്റെ സഭയെ വളർത്തിക്കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. എന്നാൽ കൊലോസിയിലെ വിശ്വാസികളോട് നേരിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സുവിശേഷ വീക്ഷണത്തിൻ്റെ വലിപ്പം കാണുന്നത് അവിടെയാണ്. കൊലോസിയിലും ലവോദിക്കയിലുമുള്ള സഭ തൻ്റെ നേരിട്ടുള്ള ശുശ്രൂഷയിൽ ഉളവായതോ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അവരുടെ ക്ഷേമം, അവരുടെ വിശ്വാസ ജീവിതം അദ്ദേഹത്തിന് വലിയ വിഷയമായിരുന്നു. ഒരു സാക്ഷാൽ ആത്മീക നേതാവിൻ്റെ സ്വഭാവ വിശേഷതകൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇത് ആരംഭിക്കുന്നത് തൻ്റെ ഹൃദയത്തിനകത്തുള്ള ദൈവസഭയെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു വിചാരം, ഒരു കൺസേൺ പങ്കിട്ടുകൊണ്ടാണ്. 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ദൈവസഭ നേരിടുന്ന ഒരു ചെറിയ പ്രതിസന്ധിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ അദ്ദേഹം ഈ ദൈവസഭ ചതിക്കപ്പെടുമോ എന്നുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഓർക്കണം, അദ്ദേഹം റോമിൽ പാർക്കുകയാണ്. ഈസ് ഇൻ റോം. ഇത് കൊലോസിയിലെ വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്നതാണ്. ഈ യുദ്ധമുന്നണിയിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ യുദ്ധമുന്നണിയിലല്ലെങ്കിലും യുദ്ധമുന്നണിയിൽ നിൽക്കുന്നവരോടൊപ്പം അദ്ദേഹം പിറകിൽ നിന്ന് അധ്വാനിക്കുകയാണ്. ഹീസ് സ്ട്രൈവിങ്. അപ്പോൾ എത്ര മനോഹരമായ ഒരു ജീവിതശൈലിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ചതിക്കുക, വഞ്ചിക്കുക പൈശാചികൻ്റെ ആരംഭം മുതലുള്ള ശൈലിയാണ്. വഞ്ചിക്കുക, ഹവ്വായെ വഞ്ചിച്ചു എന്നാണല്ലോ നാം വായിക്കുന്നത്. അപ്പോൾ സഭയെയും വഞ്ചിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
പൈശാചികൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് വഞ്ചിക്കുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടും നമ്മുടെ മേൽ ഇതിപ്പോഴും ഫലിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ പൈശാചികൻ്റെ വൈദഗ്ധ്യം മാത്രമല്ല, നമുക്കതിനെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം കുറവാണ് എന്നുള്ളതും കൂടെ ഓർക്കണം. വഞ്ചനയുടെ സാധ്യതയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ പലപ്പോഴും വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അത് നമുക്ക് കഴിയാതെ പോകുന്നു. വശീകരണ വാക്കുകൊണ്ട്, അടുത്ത വാക്ക് ശ്രദ്ധിച്ചാട്ടെ, ആരും. അപ്പോൾ ഇത് ഒരാൾ മാത്രമല്ല, പലരാണ്. കർത്താവ് ഒരു ഉപമ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ വിതച്ചു, തൻ്റെ സ്വന്തം നിലത്ത് വിതച്ചു. എന്നാൽ രാത്രിയിൽ ദാസന്മാർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കളയും വിതച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ളൊരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. നല്ലതുപോലെ വളർന്നു വരുന്ന 1-ാമത്തെ അധ്യായത്തിൽ ഈ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അനുഗ്രഹകരമായി തഴച്ചു വളരുമ്പോൾ തന്നെ ഈ ദൈവദാസന് ഹൃദയത്തിനകത്തൊരു ബോധ്യമുണ്ട്. പൈശാചികൻ വഞ്ചന ഇവിടെ വിതയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉൾബോധ്യം. അതുകൊണ്ട് അവരെ ഓർപ്പിക്കുകയാണ്, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ. അതിനുപയോഗിക്കുന്നത് വശീകരണ വാക്കെന്നാണ്. വാക്കുകൾക്ക് വശീകരിക്കാനുള്ള ശക്തി. അതുകൊണ്ടാണ് ദൈവ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ലതുപോലെ അവതരിപ്പിക്കുന്നത് കൊണ്ട് അവതരിപ്പിക്കുന്ന വിഷയം ദൈവികമാണ് എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ നാം കേൾക്കുന്നത് തിരുവചനപ്രകാരമാണോ എന്ന് നിരന്തരം ശോധന ചെയ്യുന്നത് വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമ്മെ എപ്പോഴും സഹായിക്കും എന്നുള്ളത് ഓർക്കണം. 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കൂടെ പറഞ്ഞിട്ടുണ്ട്, ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ. വഞ്ചിക്കപ്പെടാൻ മാത്രമല്ല, കവർന്നു കളയാൻ. അതിൻ്റെ അർത്ഥം ആരും നിങ്ങളെ അടിമകളാക്കാൻ. അതാണ് അതിൻ്റെ അർത്ഥം, ബീയിങ് എൻസ്ലേവ്ഡ്. ദൈവരാജ്യത്തിൽ ഈ അടിമകളാക്കി കൊണ്ടുപോകുന്ന ഒരു സമൂഹങ്ങളൊക്കെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിന് പലപ്പോഴും അടിമകളായിട്ടാണ് പോകുന്നത്. അങ്ങനെ അടിമകളാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നാം വിടുവിക്കപ്പെടണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ എത്ര വലിയൊരു പോരാട്ടം കഴിക്കുന്നു. 2-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച്, അതിനെക്കുറിച്ച് അല്പം കൂടെ കഴിയുമ്പോൾ നാം ചിന്തിക്കും. എത്ര വലിയ പോരാട്ടം. അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന മനുഷ്യനല്ല, പിന്നണിയിൽ നിൽക്കുന്ന മനുഷ്യൻ കാരാഗ്രഹത്തിലിരിക്കുമ്പോൾ തനിക്ക് കാരാഗ്രഹത്തിൻ്റേതായ വേദനകളുണ്ട്, അതിൻ്റേതായ പരിമിതിയുണ്ട്. എങ്കിൽ പോലും കൊലോസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പോരാടുന്നു. ചെറിയ പോരാട്ടമല്ല, വലിയ പോരാട്ടം കഴിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ പടയ്ക്ക് പോകുന്നവർക്കും പടക്കോപ്പ് സൂക്ഷിക്കുന്നവർക്കും ഒരുപോലെ പ്രതിഫലം പങ്കിടുന്ന ദൈവമാണെന്ന്, ആ ദൈവം വിശ്വസ്തനാണെന്ന് ഭക്തനായ പൗലോസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൊലോസ്യയിലെ ശുശ്രൂഷയുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിലും, കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലും, ഈ ശുശ്രൂഷയ്ക്കൊക്കെ ആഴമായ പ്രതിഫലമുണ്ട് എന്നുള്ളത് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹം പോരാടുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നോക്കിക്കാട്ടെ, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഭാരം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് വലിയ പോരാട്ടം കഴിക്കുന്നു. ഇതവരറിയാനും അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. മറ്റുള്ളവരെക്കുറിച്ചുള്ള കൺസേൺ നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്ന് അവരറിയാമെങ്കിൽ നമ്മുടെ പിന്നീട് പറയുന്ന വാക്കുകൾക്ക് അവരുടെ മേൽ വലിയ സ്വാധീനം ഉണ്ടാകും.
അല്ലെങ്കിൽ അദ്ദേഹം ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പുറകിലിരുന്ന് പോരാട്ടം കഴിച്ചാൽ നിങ്ങളിതറിയണം. കാരണം പുറകെ പറയാൻ പോകുന്ന ആലോചനകൾക്ക് ആഴമായ ഫലം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ഞാൻ ഇതിൻ്റെ പിന്നിൽ ഏറെ പോരാടുന്നു എന്നുള്ളത്, ഹൃദയത്തിൽ പോരാടുന്നു എന്ന് അവരെ അറിയിക്കുകയാണ്. ലേബർ പോരാട്ടം മാത്രമല്ല, അവരോട് വലിയ സ്നേഹമാണ്. നോക്കിക്കാട്ടെ, 5-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി. അപ്പോൾ മൈലുകൾ അകലെയാണ് ഇവർ പാർക്കുന്നത്. എങ്കിലും അദ്ദേഹം പറയുകയാണ്, ഞാൻ അകലെയാണ് എങ്കിലും എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിങ്ങളെ അത്ര സ്നേഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലായിരിക്കുന്നു. സഹോദരന്മാരെക്കുറിച്ച് തനിക്കുള്ള ഉൾസ്നേഹം അവരെ കണ്ടിട്ട് പോലുമില്ല. എങ്കിലും അവരോടുള്ള ഉൾതാൽപര്യം എത്ര വലുതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ദൂരെ ഇരുന്നു കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുക. നോക്കിക്കാട്ടെ, 5-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗവും ശ്രദ്ധിച്ചു നോക്കിയേ. ദൂരെയാണെങ്കിലും നിങ്ങളോട് അടുത്തിരിക്കുന്നു ആത്മാവിൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. കേട്ടറിവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം തിരക്കുന്നെന്നാണല്ലോ അർത്ഥം. ദൂരത്തിരിക്കുമ്പോൾ അറിയണമെങ്കിൽ തിരക്കിയെങ്കിലേ അറിയത്തുള്ളൂ. എപ്പപ്രാസ് വന്ന് വിശേഷമൊക്കെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയണം. എന്നെ വളരെ ആകർഷിച്ചൊരു കാര്യം ഞാൻ പറയാം. അവരുടെ ലൗകികപരമായുള്ള ഒരു കാര്യവും അദ്ദേഹം തിരക്കുന്നില്ലല്ലോ. ശ്രദ്ധിച്ചു നോക്കിയോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള ആത്മീക ക്രമം, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. 2, വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ട്രൂലി എ സ്പിരിച്വൽ ലീഡർ, ആത്മീയ നേതൃത്വം നമുക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിൽ കാണാനായിട്ട് കഴിയും. നോക്കിക്കാട്ടെ, അദ്ദേഹം വീക്ഷിച്ച 2 കാര്യങ്ങളുണ്ട്. 1, അവരുടെ ജീവിതത്തിലെ ക്രമം, ഔട്ട്വേർഡ് ഓർഡർലി ലൈഫ്, ബാഹ്യമായി ക്രമീകരിക്കപ്പെട്ട ജീവിതം. അതിൻ്റെ അർത്ഥം ക്രിസ്തീയ ജീവിതം സാക്ഷാൽ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായിരുന്നു എന്നാണല്ലോ. ക്രമം കെട്ട് നടക്കുകയല്ല, ക്രമത്തിൽ നടക്കുകയാണ്. അതിന് കാരണം താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത, ആന്തരികമായുള്ള വിശ്വാസം ബാഹ്യമായി അവരെ ക്രമീകരിക്കപ്പെട്ട രീതിയിൽ ജീവിക്കാൻ, ഓർഡർലി ലൈഫ്, അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം കാണുന്നത് എത്ര വ്യക്തമായിട്ടാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൺസേൺ നാം മനസ്സിലാക്കി. ഇനി ഈ സഭയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ആഗ്രഹം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. 2-ാം വാക്യത്തിലാണ് ഈ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ മൂല പദത്തിലുള്ള അർത്ഥം ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ദേ മസ്റ്റ് ബി എൻകറേജ്ഡ് എന്നാണ്. അപ്പോൾ വിവിധ രീതിയിൽ ചതികളാലൊക്കെ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന വിശ്വാസികളോട് അവർ പറയാൻ, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഈ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ നിലനിൽപ്പിനെ സഹായിക്കുന്നൊരു ഘടകമാണ്. വിമർശനത്തെക്കാൾ, തർജനത്തെക്കാളും പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ എപ്പോഴും അവരുടെ ജീവിതത്തെ ഉറപ്പിക്കാൻ സഹായിക്കും. ചിലപ്പോൾ വിമർശനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അപ്പോസ്തലൻ അത് വളരെ ഭംഗിയായി കൃപയോടുകൂടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ആശ്വസിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. യു മസ്റ്റ് ബി എൻകറേജ്ഡ്. അവർക്ക് ഈ ആശ്വാസം ലഭിക്കാൻ 2 ഘടകം ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വാക്യത്തിലേക്ക് ശ്രദ്ധിക്കണം. 2-ാം വാക്യത്തിലേക്ക്, 1, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്തും നിങ്ങൾ പ്രാപിക്കണം.
ആ പ്രാപിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചു നോക്കിയാട്ട് ആ വാക്യത്തിൽ സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം ദേ മസ്റ്റ് ബി നിറ്റ് ടുഗെദർ എന്നാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ അവർ ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ അവരോട് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഏകീഭവിക്കണം. ഇപ്പോഴും ഓർക്കണേ, ശത്രുവിൻ്റെ പോരാട്ടം, പുറത്തുനിന്നുള്ള ആക്രമണമൊക്കെ വരുമ്പോൾ ദൈവസഭയ്ക്ക് നിലനിൽക്കാനുള്ള വലിയ മാർഗം ഐക്യതയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വിള്ളലുകൾ വരുമ്പോഴാണ് അതിനകത്തൂടെ ശത്രു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുകയാണ്, ദേ മസ്റ്റ് ബി നിറ്റ് ടുഗെദർ. വിശ്വാസികളെ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കും. കാരണം തമ്പുരാൻ എപ്പോഴും ഐക്യതയുടെ സ്ഥലത്താണല്ലോ പ്രവർത്തിക്കുന്നത്. ആത്മാവിൻ്റെ വ്യാപാരവും നടക്കുന്നത്. യു നോ വേർ ദ സ്പിരിറ്റ് വർക്ക്സ്, വെൻ ദർ ഈസ് സോ മച്ച് ഓഫ് യൂണിറ്റി ആൻഡ് ലവ്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ശത്രുവിന് കടക്കാൻ യാതൊരു വിടവും കൊടുക്കാതെ വിശ്വാസികളെ, നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ച് ജീവിച്ചോണം. രണ്ടാമത് അവരോട് പറയുകയാണ്, ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം. യു മസ്റ്റ് റിസീവ്. എന്ത് റിസീവ് ചെയ്യണം? ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്തും, നോളജ് ആൻഡ് ഓൾസോ വിസ്ഡം. വേദപുസ്തകത്തിൽ പലപ്പോഴും ഇത് ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറിവും വിവേകമല്ലെങ്കിൽ പരിജ്ഞാനം. ഈ വിസ്ഡം എന്ന് പറയുന്നത് അറിവിനെ വേണ്ട പോലെ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനാണ് വിവേകം അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവ് കൊണ്ട് മാത്രമായില്ല, അറിവ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പരിജ്ഞാന ഉയരത്തിൽ നിന്നുണ്ടാകും. അതിനൊരു സോഴ്സ് ഉണ്ടെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. 9-ാമത്തെ വാക്യത്തിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ക്രിസ്തുവിലാണ് വഹിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം. അപ്പോൾ ഈ പരിജ്ഞാനം എവിടെ നിന്നാണ്? ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൽ, മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. അവിടെ അതുള്ളത് നിങ്ങൾ പ്രാപിക്കണം. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൽ തകർന്നു പോകാതെ നിൽക്കാൻ ഏകീഭവിക്കണം. 2, ക്രിസ്തുയേശുവിൽ അവർക്കുള്ള ആ വലിയ സമ്പത്തിനെക്കുറിച്ച് അവർക്കൊരു വലിയ ഉത്ബോധം വേണം. അവരുടെ ഫെയ്ത്തിനെക്കുറിച്ച്. നമ്മുടെ വിശ്വാസത്തിൽ ഇളകിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത, അതുകൊണ്ടാണ് ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ ആ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. നോ ദ റിച്ചസ് ഇൻ ക്രൈസ്റ്റ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആടിപ്പോവുകയും വീണ് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും കൂടെ കൂട്ടിച്ചേർക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിവേഗം നമ്മുടെ ജീവിതത്തിൽ പതറിപ്പോകുന്നതിൻ്റെ കാരണം ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സമ്പൂർണതയെക്കുറിച്ചുള്ള ഉൾബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വെൻ യു ആർ വെരി മച്ച് അവെയർ ഓഫ് ദ ഫുൾനെസ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്, യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് എന്നാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ സമ്പൂർണരാകും. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. കൊലോസ്യ ലേഖനം 2:3 ഇങ്ങനെ പറഞ്ഞു, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമൊക്കെയും ഗുപ്തമായിരിക്കുന്നു. അവനിൽ. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും വേണമെന്നാണല്ലോ പറഞ്ഞതില്ലയോ? അതെവിടാ ഉള്ളത്? അവനിൽ, ക്രിസ്തുവിൽ. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമൊക്കെയും ഗുപ്തമായിരിക്കും. യു ഹാവ് ഇറ്റ് ദേർ. അപ്പോൾ ഇതാ ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ എൻകറേജ്ഡ് ആകണം. അതിന് 2 കാര്യം: നിങ്ങൾ ഐക്യതയിൽ നിൽക്കണം. 2, ക്രിസ്തുയേശുവിലുള്ള വിവേകവും ജ്ഞാനവും അവിടെ നിക്ഷേപമായുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി നോക്കിക്കാട്ടെ, ഈ സഭയ്ക്ക് കൊടുക്കുന്ന പ്രത്യേക നിയോഗങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അപ്പോൾ ആദ്യത്തെ ഉപദേശം നടക്കണമെന്ന്. നടക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വേദപുസ്തക ഭാഷ അറിയാം, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ധ്വനിയാണ്. 2ാമത് അതിനകത്തൊരു ധ്വനിയൂടെ ഉണ്ട്, പ്രോഗ്രസ്. നടപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മുന്നേറ്റം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ 2 കാര്യം: മേക്ക് പ്രോഗ്രസ്, മേക്ക് യുവർ ഫെയ്ത്ത് നോൺ. 2 കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ അറിയത്തക്കവണ്ണം നിങ്ങളുടെ പ്രായോഗിക ജീവിതം വരട്ടെ. 2, നിങ്ങളുടെ നടപ്പിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾ പുരോഗമിക്കണം. എപ്പോഴും ഓർക്കണേ, മുന്നോട്ട് ഗമനമില്ലെങ്കിൽ നാം പുറകോട്ട് പോകുന്നവരാണ്. ആത്മീക മേഖലയിൽ ഇത് വളരെ പ്രസക്തമാണ്. ഇഫ് യു ആർ നോട്ട് പ്രോഗ്രസിങ്, യു ആർ ബാക്ക് സ്ലൈഡിങ്. സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്ത്, അതായത് ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ട് ആത്മീക ജീവിതം ശക്തമായി ജീവിപ്പാൻ ആർക്കും കഴിയത്തില്ല. എപ്പോൾ നമ്മുടെ മുന്നേറ്റം അല്ലെങ്കിൽ പ്രോഗ്രസ് നിൽക്കുന്നു, അപ്പോൾ നാം പുറകോട്ട് പോകാനായി തുടങ്ങുകയാണ് എന്നുള്ളത് ഓർക്കണം. നോക്കിക്കാട്ടെ, അപ്പോൾ നിങ്ങൾ നടക്കണം. എങ്ങനെ നടക്കും? പലരുടെയും വിചാരം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ഇനിയും ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ശക്തിയും നമ്മുടെ പ്രവൃത്തിയും കൊണ്ടാണെന്ന്. അങ്ങനെ ഒരുപാട് പേര് അവരുടെ ഉള്ളിലൊരു ധാരണ വന്നിട്ടുണ്ട്. വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത്, ബട്ട് നൗ വി ലിവ് ബൈ വർക്കിംഗ്. ക്രിസ്ത്യൻ ലൈഫ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നെന്ന്. അങ്ങനല്ല. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. എത്ര വ്യക്തമായില്ലയോ? എങ്ങനെ നടക്കും? നിങ്ങൾ എങ്ങനെ കൈക്കൊണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ നടക്കണം. എങ്ങനെയാണ് കൈക്കൊണ്ടത്? അല്പം നീന്തിച്ച് നോക്കിക്കേ. വിശ്വാസത്താൽ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? വിശ്വാസത്താൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലും ഇനിയും ജീവിക്കുന്നത് പ്രയത്നത്താലും അല്ല. രക്ഷിക്കപ്പെടുന്നതും ആ ജീവിതം ആരംഭിക്കുന്നതും മുന്നോട്ട് ഗമിക്കുന്നതും വിശ്വാസത്താൽ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കൈക്കൊണ്ടത് എന്താണെന്ന് നോക്കിക്കേ. ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള ഉപദേശം കൈക്കൊണ്ടു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടുപോലെ. സോ യു റിസീവ്ഡ് നോട്ട് ദ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, യു റിസീവ്ഡ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ മുൻവിചാരണയിൽ കർത്താവിനെ വർണ്ണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? 3 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. കർത്താവായ ക്രിസ്തു യേശു, ലോർഡ്, ക്രൈസ്റ്റ്, ജീസസ്, യേശു. 3 ഭാഗങ്ങളാണ്. ഒന്ന് മസിഹ, ക്രൈസ്റ്റ്, അനോയിൻറ്റഡ് വൺ. 2 അവിടെ ഉപയോഗിച്ചിരിക്കുന്നു യേശു, രക്ഷകൻ, സേവിയർ. 3 ഉപയോഗിച്ചിരിക്കുന്നു കർത്താവ്, ദ ലോർഡ്, മാസ്റ്റർ. അപ്പോൾ നമ്മൾ സ്വീകരിച്ച കർത്താവ് ആരാ? മസിഹായായ യേശു ക്രിസ്തു. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം അതിനകത്തുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആരംഭിച്ചത് വിശ്വാസത്താൽ, കൈക്കൊണ്ടത് ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ നടക്കണം. ആ നടക്കുവാൻ ഒരു ആലോചനയുടെ പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം എന്ന് പറഞ്ഞാൽ
ഇൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു ഹൃദയവാഞ്ചയുണ്ടാകാനും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്, അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിച്ചാൽ നമ്മുടെ നടപ്പ് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും. കീപ് ദ ഫെലോഷിപ്പ്. ആ കൂട്ടായ്മ ബന്ധത്തിന് തടസ്സം വരുന്നതൊന്നും ജീവിതത്തിൽ വരാൻ അനുവദിക്കാതെ, കർത്താവിന് വേദനപ്പെടുത്തുന്നതൊന്നും ജീവിതത്തിൽ അനുവദിക്കാതിരിക്കുമ്പോൾ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് നടക്കുവാനായിട്ട് കഴിയും. ഇനി നോക്കിക്കാട്ടെ, ഒന്നാമത് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വോക്ക്, നിങ്ങൾ നടക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു, ബി റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരൂന്നണം. ക്രിസ്തീയ ജീവിതത്തിന് എപ്പോഴും നമുക്ക് പോഷകങ്ങൾ ആവശ്യം, ആത്മീക പോഷകങ്ങൾ. അതില്ലാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അനുദിനം അത് പ്രാപിക്കണം, അനുദിനം നമ്മൾ പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ അവനിൽ വേരൂന്നണം. ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? സകല സമ്പൂർണതയും ക്രിസ്തുവിലാണെങ്കിൽ അവനിൽ നമുക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ടല്ലോ. യോസേഫിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുമ്പോൾ അവൻ ഇത്ര ഫലപ്രദമായി നിന്നതിൻ്റെ കാരണം ഉൽപ്പത്തി 49:22 യോസേഫ് നീരുറവിനരികെ, സോ ഹീസ് റൂട്ടഡ് ദേർ, അവിടെയാണ് വേരുറപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതം ഫലകരമായി തീരണമെങ്കിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ റൂട്ടഡ് ആയിരിക്കും. അവിടെ ആയിരിക്കണം നമ്മുടെ സോഴ്സ്. ഫൈൻഡ് യുവർ സോഴ്സ് ഇൻ ഹിം. 87-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ഉറവുകൾ ഒക്കെയും നിന്നിൽ ആകുന്നു. ലോർഡ്, all my fountains are in you. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് ഇതൊക്കെയും നാം പ്രാപിക്കുവാനായി നമുക്ക് ഹൃദയത്തിനകത്തൊരു ആവേശം ഉണ്ടാകണം. കർത്താവിൽ പ്രസിദ്ധനായ സാധു കൊച്ചുഞ്ഞോദേശിയുടെ ഒരു പാട്ട് ഇപ്രകാരമാണ്, നിൻ്റെ മേശ അതിൽ നിന്ന് ഭക്ഷിച്ച് ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ സർവഭാരങ്ങളും എന്നേക്കും മറന്നിടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആവേശമാണ്, ലോർഡ്, ഐ വാണ്ട് ടു ബി അറ്റ് യുവർ ടേബിൾ. നിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് കുടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിക്കണം. അതനുഭവിക്കണമെങ്കിൽ അതിനു വേണ്ടി താല്പര്യപ്പെടണം. ഗോഡ് ഹാസ് ഓൾ ദ നറിഷ്മെൻറ്റ്. എന്നാൽ അത് നമ്മൾ സ്വീകരിക്കണം. അതിനു വേണ്ടി നാം താല്പര്യപ്പെടണം. എൻ്റെ ഉറവുകൾ നിന്നിലാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം ഒരു ചരിത്ര സംഭവം ഉണ്ടായതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രസീലിൻ്റെ കോസ്റ്റിൽ ഒരു കപ്പൽ വന്നു ചേർന്നു. അവർക്ക് പെട്ടെന്ന് കുടിവെള്ളമില്ലാതെയായി. കുടിവെള്ളമില്ലാതെയായപ്പോൾ അവരൊരു മെസ്സേജ് കരയ്ക്ക് അയച്ചു, വി നീഡ് ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാൻ വെള്ളം വേണം. എന്നാൽ അവരുടനെ പറഞ്ഞു, നിങ്ങൾ എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആമസോൺ നദിയാണ്. ആമസോൺ നദി വന്ന് സമുദ്രത്തിൽ പ്രവേശിക്കുന്ന അതിൻ്റെ മൗത്തിലാണ് ഈ കപ്പൽ നിൽക്കുന്നത്. അപ്പോൾ നിർദ്ദേശം കരയിൽ നിന്ന് വന്നു, പുട്ട് യുവർ ബക്കറ്റ് ഡൗൺ
ഡ്രോ വാട്ടർ. നിങ്ങളെ ബക്കറ്റ് ഇറക്കി ആവശ്യത്തിനുള്ളത് നിങ്ങൾ എടുത്തോണം. അവരതിറക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ചുറ്റുപാട് ഉപ്പുവെള്ളമാണെങ്കിലും ആ പ്രത്യേക സ്ഥലത്ത് ആറ് വന്ന് അതിശക്തിയോടെ വന്ന് പതിക്കുന്നത് കൊണ്ട് ആ മേഖലയിൽ നല്ല വെള്ളമാണ്. പലപ്പോഴും നമ്മൾ ദാഹിച്ച് വലഞ്ഞ് ആവശ്യത്തിനുള്ള പോഷകങ്ങളില്ലാതെ ദൈവരാജ്യ ജീവിതത്തിൽ ശുഷ്കിച്ചു പോകുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വേര് ഇറക്കുന്നില്ല, ആവശ്യമുള്ളത് നാം ഭക്ഷിക്കുന്നില്ല. എപ്പോഴും ഓർക്കണേ, വേണ്ടത് സ്വീകരിക്കാതെ കൂടുതൽ അധ്വാനിച്ചാൽ ശരീരത്തിന് വന്ന് ഭവിക്കുന്നത് പോലെ ആത്മീക ജീവനും അത് തന്നെ വന്ന് ഭവിക്കും. ഒരുപാട് അധ്വാനിക്കുകയും വേണ്ടുന്ന പോഷകങ്ങൾ ശരീരത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം വാട്ട് വിൽ ഹാപ്പൻ. എന്നാൽ ക്രിസ്തീയ കോളത്തിൽ ഇത് വളരെ അധികം കാണപ്പെടുന്നൊരു കാര്യമാണ്. വെരി ആക്റ്റീവ്. ആരാധനാ, ഗാന, ശുശ്രൂഷ, പ്രസംഗം, ഓട്ടം, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, സാമൂഹ്യ പ്രവർത്തനത്തിൽ മുന്നേറുന്നു. നമ്മുടെ പോഷകങ്ങൾ ആവശ്യത്തിനുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ബി റൂട്ടഡ്. സംശയിക്കേ വേണ്ട. ഓൾ വാട്ട് യു നീഡ്. അതാണ് പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ. ഓൾ ഈസ് ദേർ. അത് കണ്ടെത്തിയവരാണ് ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. 2, 3. ഒന്നാമത് നിങ്ങൾ നടക്കണം. രണ്ടാമത് പറഞ്ഞു നിങ്ങൾ വേരൂന്നണം. മൂന്നാമത് പറഞ്ഞു ആത്മീക വർധന പ്രാപിച്ചു. ബിൽറ്റ് അപ്പ് ഇൻ ഹിം എന്നാണ് ഇംഗ്ലീഷിൽ. അതായത് പണിയപ്പെടണം. അതിൻ്റെ അർത്ഥം ബിൽഡിങ് യുവർ സെൽഫ് അപ്പ്. ആത്മീക ജീവിതത്തിൽ വളരണം, ദിനംതോറും വളരണം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്. പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഗ്രോ എവറി ഡേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധനവ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം. അപ്പോൾ ഇവർ ഒഴുകിപ്പോകാതെയും വഞ്ചിക്കപ്പെടാതിരിക്കുകയും ചെയ്യാൻ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ നടക്കുകയും വേരൂന്നുകയും ആത്മീകമായി ദിവസം തോറും നിങ്ങൾ വളരണം. യേശു കർത്താവിനെക്കുറിച്ച് ഇപ്രകാരമാണല്ലോ തൻ്റെ വളർച്ചയെക്കുറിച്ച്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. രണ്ടും കൂടെ ചേർന്ന് പോകണം. വളരുകയും ആത്മാവിൽ ബലപ്പെടുകയും കൂടെ നാം ചെയ്യണം. അപ്പോൾ എവറി ഡേ വി മസ്റ്റ് ഗ്രോയിങ് ക്രിസ്ത്യൻ. കർത്താവ് നമ്മളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. 4ാമത് നോക്കിക്കാട്ടെ, അവർ വളരണം എന്ന് മാത്രമല്ല, ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫെയ്ത്ത്. നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിത വഴികളിൽ വിശ്വാസത്തിൽ നാം വളരേണ്ടത് ആവശ്യമാണ്. വി മസ്റ്റ് ഗ്രോ ഇൻ അവർ ഫെയ്ത്ത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലൊന്നാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ വളർത്തുക എന്നുള്ളത്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വർണ്ണിക്കുമ്പോൾ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് 11ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചു. ദാറ്റ് വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ തൻ്റെ വിശ്വാസത്തിൽ വളരുവാൻ, പരദേശിയായി കൂടാരങ്ങളിൽ പാർക്കാൻ ദൈവം അവനെ അനുവദിച്ചു. അതുകൂടാതെ പിന്നീട് അദ്ദേഹത്തെ ശോധന ചെയ്തു. തൻ്റെ ജീവിതത്തിൽ ഏകപുത്രനെ അർപ്പിക്കുവാനായി പറഞ്ഞു. അന്യനും പരദേശിയുമെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ ആവശ്യപ്പെട്ടു.
അവിടെയൊക്കെ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെ ദൈവം വളർത്തുകയായിരുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ പ്ലാൻ ടു ഗ്രോ അസ് ഇൻ അവർ ഫെയ്ത്ത്, വിശ്വാസത്തിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ശോധന എന്നൊക്കെ തിരുവചനത്തിൽ നാം വായിക്കുന്നത്. ദൈവം നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തരുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരുവാനായിട്ടാണ്. ഇനി നോക്കിക്കാട്ടെ, 5, അവനിൽ നിങ്ങൾ നടക്കണം, അവനിൽ വേരൊന്നി ആത്മീക ജീവിതത്തിനുള്ള പോഷകങ്ങൾ പ്രാപിക്കണം, ദിനംതോറും ആത്മീക ജീവിതത്തിൽ വളരണം, ബിൽഡപ്പാകണം. അതുമാത്രമല്ല, വിശ്വാസത്തിൽ നാം ഉറയ്ക്കണം. ഇനി നോക്കിക്കാട്ടെ, 5 അവിടെ പറഞ്ഞിരിക്കുന്നു, ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. അടുത്ത വാക്ക്, സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പേൻ, അബൗണ്ട് ഇൻ താങ്ക്സ് ഗിവിങ്. ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ നടക്കണം, വേരൂന്നണം, നിങ്ങൾ ആത്മീക അഭിവൃദ്ധി പ്രാപിക്കണം, വിശ്വാസത്തിൽ വളരണം. എന്നാൽ ഇവിടെ പറയുകയാണ്, എല്ലാറ്റിനുപരിയായി നിങ്ങൾ സ്തോത്രത്തിൽ കവിയുന്നവരാകണം, അബൗണ്ട് ഇൻ താങ്ക്സ് ഗിവിങ്. ക്രിസ്തീയ ജീവിതത്തിൽ മറ്റ് ഡിസിപ്ലിൻസ് പോലെ തന്നെ, ശിക്ഷണം പോലെ തന്നെ, ദൈവത്തോടുള്ള നന്ദി പ്രകടനത്തിൽ നമ്മൾ വളർന്നു വരണം, സ്തോത്രം ചെയ്യുന്നവർ ആയിരിക്കണം. ഹൃദയത്തിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മനോഭാവം. എപ്പോഴും നാം സ്തോത്രം പറഞ്ഞു എന്ന് വരികയില്ല, എന്നാൽ ഹൃദയത്തിനകത്ത് ദൈവത്തിന് സ്തുതി കരയറ്റുന്ന ഒരു ജീവിതം, യേശുക്രിസ്തുവിലുള്ള പൂർണ്ണത അനുഭവിക്കുന്ന ഒരു ദൈവവൈതൽ, അവനിൽ സർവ്വസമ്പൂർണതയുണ്ടെന്നാണല്ലോ. ഇത് കാണാൻ നമ്മുടെ കണ്ണ് തുറന്നില്ലേ? അത് നമുക്ക് ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആത്മീക ജീവിതം നയിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തു നോക്കിയേ. ക്രിസ്തുയേശുവിലുള്ള ആ സർവ്വസമ്പൂർണത, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത അവനിൽ വസിക്കുന്നു എന്നും അതൊരു നിക്ഷേപമാണെന്നും അത് കാണാൻ നമ്മുടെ കണ്ണിന് കർത്താവ് കൃപ തരികയും അവനിൽ നിന്ന് അത് പ്രാപിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. കണ്ടിന്യൂ ടു പ്രേസ് ഗോഡ്, ദൈവത്തെ സ്തുതിക്കുന്നവർ ആയിരിക്കണം. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് സ്തോത്രം ചെയ്യുമ്പോഴാണല്ലോ. കർത്താവിനെ വാസ്തവത്തിൽ നമുക്ക് ദൈവത്തെ എൻജോയ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നവർ ആയിരിക്കണം. ഇനി നോക്കിക്കാട്ടെ, 6 പറഞ്ഞിരിക്കുന്നു, വഞ്ചനയുടെ ആത്മാവുമായി വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. നോക്കിക്കാട്ടെ, 8 വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പോൾ നടക്കണം, വേരൂന്നണം, വളരണം, വിശ്വാസത്തിൽ വർദ്ധിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കണം, ബി കെയർഫുൾ. അപ്പോൾ ദൈവമൊക്കെ കൊടുത്തിരിക്കുന്ന വലിയൊരു നിയോഗമാണ്, നാം സൂക്ഷ്മതയോടെ ജീവിക്കണം. എന്തിനെ സൂക്ഷിക്കണം നോക്കാട്ടെ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട്. തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിപരമായ കാര്യങ്ങൾ, അതായത് ഇൻ്റലക്റ്റിനോട് എതിരായിരുന്നു അല്ല. എന്നാൽ ദൈവമില്ലാത്ത ഇൻ്റലക്റ്റ്, ദൈവത്തെ മാറ്റി നിർത്തുന്ന തത്വജ്ഞാനം, അത് അപ്പോസ്തലനായ പൗലോസ് താല്പര്യപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ദൈവമില്ലാത്ത മാത്തമാറ്റിക്സ് പ്ലണ്ടർ ചെയ്യുമെന്ന്. ശരിയല്ലയോ? കണക്കുണ്ടല്ലോ, ദൈവമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് ഒരുപാട് കൊള്ളയടിക്കും. കാരണം കൊള്ളയടിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ നല്ല ജ്ഞാനമുള്ള കണക്കെഴുത്തുകാരനാണെങ്കിൽ, ദൈവമില്ലാത്തവനാണെങ്കിൽ യു ക്യാൻ എക്സ്പ്ലോയിറ്റ്.
ദൈവമില്ലാത്ത ശാസ്ത്രം ഇന്ന് ചെയ്യുന്നത് എന്നാ? നശിപ്പിക്കുകയല്ലയോ? ഇപ്പോൾ ഒന്ന് ചുറ്റുപാട് നടക്കുന്നുവെന്ന് നോക്കി. എന്തുമാത്രം ശാസ്ത്രത്തിൻ്റെ പുരോഗതി. ഡിസ്ട്രോയിങ് വൺ അനദർ. റീസൺ ദൈവമില്ല. തത്വജ്ഞാനം, ഫിലോസഫി, അതിനകത്ത് തെറ്റില്ല. എന്നാൽ ദൈവമില്ല എങ്കിൽ അത് വഴി തെറ്റിക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. ഈ വഴിയെ പോയാൽ നടക്കുന്ന കാര്യമാണ് 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കവർന്ന് കളയുമെന്നൊരു വാക്കാണ്. വിൽ മേക്ക് യു ക്യാപ്റ്റീവ്. ആധ്യാത്മിക ഗോളത്തിൽ അടിമപ്പെട്ടു പോകുന്ന ദൈവമക്കളുണ്ട്. അടിമപ്പെട്ടു പോകുന്ന, ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവരാണ് ദൈവമക്കൾ. ഒന്നിനും അടിമപ്പെടാൻ നമ്മൾക്ക് ഇടയാകരുത്. അതുകൊണ്ട് ചില ആളുകൾ ചില കെട്ടുകളിലൊക്കെ ചെന്ന് ചേർന്നാൽ അവർക്ക് നിന്ന് തിരിയാൻ സ്വാതന്ത്ര്യമില്ല. ദൈവമക്കൾക്ക് കർത്താവ് തന്നിട്ടുള്ള ക്രിസ്തുയേശു നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഈയിടെ ഞാനൊരു ദൈവദാസൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവ് ഒരു വിശ്വാസിയായിരുന്നു, എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ചെറുപ്പം മുതലൊരു പ്രയാസമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഒരിക്കലും ഒരു സന്തോഷമില്ല. നെവർ ഹാപ്പി. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ആധ്യാത്മികമായുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ ഹൃദയത്തിനകത്ത് ആത്മീകനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നോട്ട് ഫ്രീഡമില്ല. അതുകൊണ്ട് തത്വജ്ഞാനം നമ്മെ തെറ്റിച്ച് കളയാനും കവർന്ന് കളയാനും സാധ്യതയുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ബി കെയർഫുൾ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എത്ര പരിജ്ഞാനത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നോർക്കണം. നോക്കിക്കാട്ടെ, തത്വജ്ഞാനത്തിൻ്റെ 2 പോരായ്മ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തലൻ തന്നെ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. 1, മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം. 8-ാമത്തെ വാക്യത്തിൽ തന്നെ അത് ഏതാ? തത്വജ്ഞാനം. ദൈവമില്ലാത്ത തത്വജ്ഞാനം. മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഏത് കാര്യവും അതിൽ തന്നെ കറപ്റ്റാണ്. അതിനകത്ത് തന്നെ ദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മെ അടിമപ്പെടുത്തും. 2, നോക്കിക്കാട്ടെ, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന റൂഡിമെൻറ്റ്സ് ഓഫ് ദ വേൾഡ്. അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ആലോചന ഇപ്രകാരമാണ്: സെറിമോണിയലിസം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ, ഈ സെറിമണീസിലൊന്നും തെറ്റില്ല, പക്ഷേ അത് സെറിമോണിയലിസം ആകുമ്പോൾ സൂക്ഷിക്കണം. പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തലൻ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം. 8-ാം വാക്യം നോക്കിക്കാട്ടെ, അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. വാട്ട് ഈസ് റോങ്? ഇതൊന്നും നോട്ട് ആഫ്റ്റർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല, കർത്താവുള്ളതല്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വരുമ്പോൾ അതിനകത്ത് യേശു ക്രിസ്തു എവിടെയാണെന്ന് നോക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പോഷകമാകുകയില്ല. നാം ശ്രദ്ധിക്കണം. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ വഞ്ചനയിൽ പെട്ടുപോകരുത്, അതിന് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ അവർക്ക് കൊടുത്ത ഉപദേശം അവരെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം അവർക്ക് കൊടുത്ത ഉപദേശം നാം കണ്ടു. ഇനി നോക്കിക്കാട്ടെ, ഒരു വിശ്വാസിയുടെ സ്വഭാവ വിശേഷങ്ങൾ അവിടെ പറഞ്ഞു. ക്യാരക്ടർ ഓഫ് എ ക്രിസ്ത്യൻ. ഇനി നോക്കിക്കാട്ടെ, 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ
നിങ്ങൾ പരിപൂർണരായിരിക്കും. വാസ്തവത്തിൽ 1000 സ്തോത്രം ഇപ്പം പറയണം. കർത്താവിൽ നിങ്ങൾ പരിപൂർണരാണെന്ന്. നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നൊരു കാര്യം, ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഒക്കുന്നില്ല, വളരാൻ ഒക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരു ചിന്തയാണ്. പക്ഷേ കർത്താവിൽ പൊസിഷനലി നമുക്ക് തന്നിരിക്കുന്ന പദവി അനുസരിച്ച്, ശ്രദ്ധിച്ചോണേ, നമ്മുടെ അവസ്ഥയല്ല, ആത്മീക പദവി അനുസരിച്ച് യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാകുന്നു. ഇതാണ് സ്വർഗത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള പ്രാഗൽഭ്യം. വി ആർ കംപ്ലീറ്റ്. അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. സോ ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് എ ക്രിസ്ത്യൻ, കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ദൈവം തന്നിരിക്കുന്ന പദവി. എന്നാലത് ജീവിതാനുഭവത്തിലേക്ക് ആക്കാനായി കർത്താവിൽ നമുക്ക് സാധ്യമായി തീരണം. ആ പൂർണ്ണത എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവത്തിൽ അത് സാധ്യമാക്കി തീർക്കാൻ കഴിയണം. 2, നാം വേർതിരിക്കപ്പെട്ടവരാണ്. നോക്കിക്കാട്ടെ 11ാമത്തെ വാക്യത്തിൽ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ആ പരിച്ഛേദന എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ മതി. പഴയ നിയമത്തിൽ പരിച്ഛേദന എന്തിനാ? പരിച്ഛേദന കൊണ്ടാണ് ഒരു സമൂഹത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നതായി പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുന്നത്. പഴയ നിയമകാലത്ത് സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 17ാമത്തെ അധ്യായത്തിൽ അപ്പം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാൻ ഞാൻ സർവശക്തനായ ദൈവമാകും. അതേ അധ്യായത്തിൽ ദൈവം കൊടുക്കുന്നൊരു കൽപ്പനയാണ്, പുരുഷപ്രജയെല്ലാം പരിച്ഛേദന ഏറ്റ് ദൈവത്തിന് വേണ്ടി നീ വേർതിരിക്കപ്പെടണം. സെപ്പറേറ്റഡ് ടു ഗോഡ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പസ്തോലൻ പറയുകയാണ്, ഇപ്പോൾ കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല നമുക്ക് ലഭിക്കുന്നത്. ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. 11ാം വാക്യം നോക്കിയാൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ആ വാക്യം നോക്കിക്കാട്ടെ, അവനിൽ, ഇൻ ക്രൈസ്റ്റ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ. അപ്പോൾ ജീവിതത്തിൽ ഒരു വേർപാടിൻ്റെ അനുഭവം, റിമൂവിങ് ദ ഫ്ലെഷ്, സെപ്പറേറ്റഡ് അൺ ടു ഗോഡ്. അതെങ്ങനെ ലഭിക്കുന്നു? യേശു ക്രിസ്തുവിൽ. അപ്പോൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണത മാത്രമല്ല, വേർപെട്ട ഒരു വിശുദ്ധീകരണ ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മെ കർത്താവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വേർപെടുത്തുന്നു എന്നാണ് ഇവിടെ നാം പറഞ്ഞിരിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ, സാങ്ക്ടിഫൈഡ് ഫോർ ഹിം. ഇത് ബാഹ്യമായ ചടങ്ങുകൾ കൊണ്ടല്ല, ആന്തരികമായ ഒരു അനുഭവമാണ്. ഈ പാശ്ചാത്യ ലോകത്തൊക്കെ ഇവിടെയും ഉണ്ട് ചില വൃക്ഷങ്ങളൊക്കെ. ഈ വേനൽ കഴിഞ്ഞ് വിൻ്റർ വരുന്നതിന് മുമ്പേ അവർക്കൊരു സീസൺ ഉണ്ടല്ലോ, ഓട്ടം സീസൺ എന്ന് പറയും. ആ സീസണിൽ ഈ ഇലയൊക്കെ ഒരുപാട് പൊഴിയും. അപ്പം നിങ്ങൾ ഓർക്കണേ, ആരും കയറി ഇലയൊന്നും പറിച്ച് താഴെ ഇടണ്ട. അതിൻ്റെ ആ സമയമാകുമ്പോൾ അതങ്ങ് പൊഴിയും. അതിനുവേണ്ടി ഒരു വെത്തപ്പാടോ ഒരധ്വാനമോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന അതിൻ്റെ സത്ത് അത് അതിൻ്റെ കവരത്തിൽ ചെന്ന് അതിൻ്റെ ഇലകളിൽ ചെന്ന് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ ഇറ്റ് ഫോൾസ്. ക്രിസ്തുവേശുവിൽ പരിച്ഛേദന ഏൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകുന്ന ആത്മീകമായിട്ടുള്ളൊരു ഫലമാണ്. പിന്നീട് ഒരു അധ്വാനമല്ല, അവനുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വേർപാടിൻ്റെ
ജീവിത അനുഭവം, അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, വേർപാടെന്നല്ല, വേർപാടിൻ്റെ ജീവിത അനുഭവം ഇൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ അവനിൽ വേരൂന്നി അവനിൽ വളരുകയും ആത്മീകമായി വളർത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഴയ നിയമ വിശ്വാസികൾക്ക് ശാരീരികമായ ഒരു പരിച്ഛേദന ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ക്രിസ്തുവിൽ ഒരു പരിച്ഛേദന, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ. ദൈവത്തിന് സ്തോത്രം. ഇനി നോക്കിക്കാട്ടെ, മൂന്നാമത്, ഒന്ന്, ക്രിസ്തുവിൽ ഒരു പൂർണ്ണത ലഭിക്കുന്നു. 2, ക്രിസ്തുവിൽ നമുക്ക് ഒരു വേർപാടിൻ്റെ അനുഭവം ലഭിക്കുന്നു. 3, ഇങ്ങനെയാണ് 12-ാമത്തെ വാക്യത്തിൽ, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ, എവിടെയും വിശ്വാസത്താലാണ്, അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എ ന്യൂ ലൈഫ്, പുതിയൊരു ജീവൻ. അത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലുള്ള ജീവൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. എ ന്യൂ ലൈഫ്. ക്രിസ്തുയേശുവിലുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി. കംപ്ലീറ്റ് ഇൻ ഹിം, അവനിൽ പൂർണ്ണരാണ്. 2, ക്രിസ്തുവിലായിത്തീരുമ്പോൾ നമുക്കൊരു വേർപാടുണ്ടാകും. 3, നമുക്കൊരു പുതുജീവൻ ഉണ്ടാകും. 4 നോക്കിക്കാട്ടെ, ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് 12-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ടോട്ടലി റെക്കൺസൈൽ ടു ഗോഡ്. നമുക്കെതിരെ ഉള്ള എഴുത്തുകൾ, നമുക്കെതിരെ ആരോപണം ചെയ്യപ്പെട്ട എല്ലാ ആരോപണങ്ങളും കർത്താവ് അത് നീക്കിക്കളയുന്നു. ടോട്ടലി റെക്കൺസൈൽ ടു ഗോഡ്. അപ്പോൾ ഒരു വിശ്വാസി ആത്മീക ജീവിതത്തിൽ ഏത് നിലയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൽ നമുക്കിതെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, കർത്താവിൽ നമുക്ക് എല്ലാ പൂർണ്ണതയും ഉണ്ടെങ്കിൽ അതിനോടുകൂടെ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഇഫ് വി ആർ കംപ്ലീറ്റ് ഇൻ ഹിം, ആ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. ക്രിസ്തുയേശുവിൽ നമ്മൾ പൂർണ്ണരാണെങ്കിൽ അതിനോടുകൂടെ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇനഫ്. ഇൻ ക്രൈസ്റ്റ് വി ആർ കംപ്ലീറ്റ്. 2, കർത്താവിലാണ് പൂർണ്ണതയുള്ളെങ്കിൽ കർത്താവില്ലാത്തതൊന്നും പൂർണ്ണതയുള്ളതല്ല. കർത്താവില്ലാതെ ഒരു കാര്യം വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ വാല്യൂവും കുറയുന്നു. അതുകൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാം കർത്താവാണ്. 3, കർത്താവുള്ളവൻ ധനികൻ തന്നെയാണ്. ബിക്കോസ് ഹി ഹാസ് എവറിത്തിങ്. കർത്താവുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. 1 കൊരിന്ത്യർ 3:22-23 വാക്യം സർവവും നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ തിങ്സ് ആർ യുവേഴ്സ് ഇൻ ക്രൈസ്റ്റ്. എത്ര മനോഹരമായ അനുഭവം യേശു ക്രിസ്തുവിൽ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആരും നിങ്ങളെ വശീകരിച്ചു കൊണ്ട് പോകാൻ ഇടയാകരുത്. നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ വിശ്വാസത്തിൽ നിങ്ങൾ നടക്കണം. അവനിൽ നിങ്ങൾ വേരൂന്നണം. നിങ്ങൾ ആത്മീക വർധനവ് പ്രാപിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം.
നിങ്ങൾ ദിനംതോറും സ്തോത്രം ചെയ്യുന്നവർ ആയിരിക്കണം. കർത്താവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഭവത്തിനായും സ്തോത്രം. അവസാനം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കെതിരായിട്ടുള്ള എല്ലാ കയ്യെഴുത്തുകളും മായ്ച്ചു കളയാൻ ഏതെങ്കിലും തത്വജ്ഞാനത്തിന് സാധ്യമാണോ? ഏതെങ്കിലും നാം അറിയുന്ന മാർഗത്തിന് സാധ്യമാണോ? എല്ലാ കയ്യെഴുത്തും നീക്കിക്കളയാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. എത്ര മനോഹരമായിട്ടുള്ള വിശ്വാസമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനോടൊന്നും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്നൊന്നും കുറയ്ക്കാനോ ഇടയാകാതെ കർത്താവിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ഇൻ ക്രൈസ്റ്റ് വി ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് അലോൺ. പഴയകാലത്ത് നാം പാടുമായിരുന്നല്ലോ, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ. കർത്താവിൽ നമുക്കെല്ലാം ഉള്ളതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയത്തിനകത്തെ വേദന, കർത്താവെ അവരാരും വഞ്ചിക്കപ്പെടാൻ ഇടയാകരുത്. അതിന് അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ഐക്യതയിൽ നിൽക്കണമെന്ന് പറയുന്നു. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ വളരണം, കർത്താവിൽ ജീവിക്കണം, വിശ്വാസത്താൽ ജീവിക്കണം. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.